അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളൊക്കെ ധാരാളം ശബ്ദങ്ങൾ കേൾക്കുന്നവരാണ്. ചില ശബ്ദങ്ങൾ നമുക്ക് സന്തോഷവും ആനന്ദവും ആസ്വാദനവും ഉണ്ടാക്കുന്നു. ചിലത് നമ്മെ ദേഷ്യപ്പെടുത്തുന്നു, നമ്മളെ അലോസരപ്പെടുത്തുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ ശബ്ദവും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമുക്കിഷ്ടപ്പെടുന്നതായ ശബ്ദങ്ങളുണ്ടല്ലേ. നമ്മൾ സ്നേഹിക്കുന്ന ചില ആളുകളുടെ ശബ്ദങ്ങൾ കേൾക്കാൻ നമുക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എന്നാൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 കൂട്ടം ആളുകളുടെ ശബ്ദം അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അതിൽ ഒന്നാമതായി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നവൻ്റെ ശബ്ദമാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നവൻ്റെ ശബ്ദം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ പാരായണം ചെയ്താൽ മുത്തുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഓത്ത് കേട്ടുകൊണ്ട് പലരും മുസ്ലിമാകുമായിരുന്നു. നമ്മൾ കാണുന്നതാണ്, അമേരിക്കൻ നാടുകളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാമിൻ്റെ പ്രബോധകർ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മറ്റു മതസ്ഥർ അത് കേട്ടുകൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവർ ആ ആസ്വാദനത്തിൽ ലയിച്ച് അവർ വല്ലാതെ സന്തോഷിച്ച് കരയുകയാണ്. ഖുർആൻ അത് അവരുടെ ഹൃദയങ്ങളിലേക്ക് ആ ശബ്ദം അവരുടെ ഇറങ്ങുകയാണ്. അവരുടെ ശ്രവണപുടങ്ങളെ ആനന്ദമാക്കുന്നു. അവരുടെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരി, വല്ലാത്ത സന്തോഷം ഖുർആൻ കേൾക്കുന്നത്. ഖുർആനിൻ്റെ ശബ്ദത്തെ അള്ളാഹു ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ധാരാളമായി നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഓതൽ കേട്ടുകൊണ്ട് ധാരാളം ആളുകൾ ദിനംപ്രതി വിശ്വാസികളായിക്കുകയാണ്. അങ്ങനെ അബൂജഹലും സംഘവും തീരുമാനിച്ചു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഓതലിനെ തടസ്സപ്പെടുത്തണം. മുത്തുനബി ഖുർആൻ പാരായണം ചെയ്യരുത്, പരസ്യമായി കഅബയിലിരുന്നു കൊണ്ട് മുഹമ്മദിനി പാരായണം ചെയ്യരുത് എന്ന് അവർ തീരുമാനിച്ചു. അവർ അങ്ങനെ വലീദ് ഇബ്നു മുഗീറ അയക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുർആൻ പാരായണത്തെ, ഖുർആൻ ഓതലിനെ തടസ്സപ്പെടുത്താൻ. അങ്ങനെ വലീദ് ഇബ്നു മുഗീറ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മത്താഫിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വലീദ് ഇബ്നു മുഗീറ ചെന്നുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഓതലിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുന്നു. അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ എന്ന പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ വലീദ് ഇബ്നു മുഗീറ ആ ഓതൽ തൻ്റെ ഹൃദയത്തെ പോലും പിടിച്ചു നിർത്തി താൻ സ്തംഭിച്ച് നിന്നുകൊണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുമ്പോൾ കോരിത്തരിച്ച് തൻ്റെ രോമം എഴുന്നേറ്റ് വല്ലാത്ത കുളിർമയിലായി നിൽക്കവേ ആ ഓതൽ കേട്ടുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഓതലിൻ്റെ മുമ്പിൽ പകച്ചുപോയ വല്ലാത്ത ആനന്ദം കൊണ്ട വലീദ് ഇബ്നു മുഗീറ ചെവിയിലേക്ക് വിരലുകൾ കുത്തിയിറക്കിയിട്ട് അബൂജഹലിൻ്റെ ചാരത്ത് വന്നുകൊണ്ട്, അബൂജഹലിൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ഇതൊരു മനുഷ്യ നിർമ്മിതമല്ല, ഇതൊരു മുഹമ്മദിൻ്റെ വാക്കുകൾ അല്ല, ഇത് ദൈവത്തിൻ്റെ വചനങ്ങളാണ്, ഇത് ദൈവത്തിൻ്റെ കലാമാണ്, ദൈവത്തിൻ്റെ സംസാരമാണ്, ഇതിൽ ദൈവികതയുണ്ട് എന്ന് വലീദ് ഇബ്നു മുഗീറ പോലും പറഞ്ഞു പോയെങ്കിൽ ഈ പരിശുദ്ധമായ ഖുർആൻ
ആ ഖുർആനിൻ്റെ ശബ്ദത്തെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ വീടുകൾ നമ്മൾ നടക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരാക്, നമ്മൾ ഖുർആനിൻ്റെ അഹ്ലുകാരാക്. രണ്ടാമതായി അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പശ്ചാത്തപിക്കുന്നവൻ്റെ ശബ്ദം, പശ്ചാത്തപിക്കുന്നവൻ്റെ അവൻ്റെ ഗദ്ഗതം, അവൻ്റെ തേങ്ങൽ, അവൻ്റെ ആ പശ്ചാത്താപത്ത് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. സഹോദരങ്ങളെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് പൊട്ടി കരയുമായിരുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരച്ചിൽ കേട്ടുകൊണ്ട് സ്വഹാബത്ത് വന്ന് ചോദിക്കും, അള്ളാഹുവിൻ്റെ റസൂലേ, എന്തിനാണ് നബിയെ അങ്ങ് പൊട്ടിക്കരയുന്നത്? അങ്ങ് ഇത്രത്തോളം അങ്ങ് കരയുന്നത്, ഏങ്ങലടിച്ചുകൊണ്ട് കരയുന്നത് എന്തിനാണ് നബിയെ? അങ്ങയുടെ കരച്ചിൽ ഞങ്ങളുടെ വീട്ടിൽ പോലും കേൾക്കുന്നുവല്ലോ നബിയെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ പറയുന്ന മുത്തുനബിയുടെ കരച്ചിലിനെ കുറിച്ച് പറയുന്നിടത്ത് സ്വഹാബത്ത് പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ഹൃദയത്തിൻ്റെ പൊട്ടൽ, ഹൃദയത്തിൻ്റെ വിങ്ങൽ ചീനിച്ചട്ടിയിൽ തിളച്ച എണ്ണ എപ്രകാരമാണോ തിളച്ച് മറിയുമ്പോൾ അതിൻ്റെ ശബ്ദമുണ്ടാകുന്നത്, അപ്രകാരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം പൊട്ടുമായിരുന്നു. നബിയുടെ കൽബ് പൊട്ടുമായിരുന്നു പശ്ചാത്താപത്താൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം പശ്ചാത്തപിക്കുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പശ്ചാത്താപം ചെയ്യുന്നവൻ്റെ ശബ്ദം. മൂന്നാമതായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോഴിയുടെ ശബ്ദത്തെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങൾ കോഴിയുടെ ശബ്ദം, കോഴി കരയുന്നതായി, കോഴി കൂവുന്നതായി കേട്ടാൽ നിങ്ങൾ അള്ളാഹുവിനോട് റഹ്മത്തിനെ, അവൻ്റെ ഔദാര്യത്തെ ചോദിക്കുക. കാരണം കോഴി മലക്കുകളെ കണ്ടിട്ടാണ്, റഹ്മത്തിൻ്റെ മാലാഖമാരെ കണ്ടിട്ടാണ് കോഴി കരയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നാൽ കഴുതയുടെ കരച്ചിൽ കേട്ടാൽ നിങ്ങൾ പിശാചിൽ നിന്നും കാവലിനെ ചോദിക്കുക. കഴുത കരയുന്നത് പിശാചിനെ കണ്ടിട്ടാണ്. അള്ളാഹുവിൻ്റെ റസൂൽ, അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞ ഏറ്റവും മോശമായ കരച്ചിൽ, ഏറ്റവും മോശമായ ശബ്ദം അത് കഴുതയുടെ ശബ്ദമാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വെളുത്ത കോഴി, നമ്മുടെ വീടുകളിലൊക്കെ വെളുത്ത കോഴിയെ വളർത്തണം. വെളുത്ത കോഴി, ആ കോഴി എൻ്റെ കൂട്ടുകാരനാണ്. ആ കോഴി, വെളുത്ത കോഴി എൻ്റെ കൂട്ടുകാരനാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വെളുത്ത കോഴിയെ നിങ്ങൾ ഇഷ്ടപ്പെടുക, അതിനെ വളർത്തുക. കാരണം അത് പിശാചിൻ്റെ ഷർറിൽ നിന്നും, പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. വെളുത്ത കോഴിയുള്ള വീട്ടുകളിൽ പിശാച് കടന്നു വരികയില്ല. പിശാച് ആ കോഴിയെ കാണുമ്പോഴേ ഓടുകയാണ്. കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്തുള്ള ഒരു ജീവിയാണ് വെളുത്ത കോഴി. എന്നിട്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും കോഴിയെ ചീത്ത പറയരുത്, കോഴിയെ നിങ്ങൾ ശകാരിക്കരുത്, കോഴിയെ നിങ്ങൾ വരട്ടരുത്, കോഴിയെ നിങ്ങൾ ആട്ടി ഓടിക്കരുത്. കാരണം അത് നിങ്ങളെ സുബഹിൻ്റെ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി ഉണർത്തുന്നതാണ്, ഉണർത്തുന്നതാണ്. കോഴി കരയുന്ന ശബ്ദം കേട്ടുകൊണ്ട് പണ്ട് പഴയ കാലത്തുള്ള ഉപ്പമാർ അവർ എഴുന്നേൽക്കുമായിരുന്നു നമസ്കരിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മുടെ വീടുകളിൽ കോഴിയില്ല. കോഴി വളർത്തണം, കോഴി വളർത്തൽ നല്ലതാണ്, കോഴിയെ വളർത്തുന്നത് നല്ലതാണ്. നാടൻ കോഴി കഴിക്കൽ കൊണ്ട് ധാരാളം പ്രയോജനങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ട്. നാടൻ കോഴിയിൽ പ്രയോജനങ്ങളുണ്ട്. കോഴിയിൽ ഒരുപാട് മഹത്വമുണ്ട്. കോഴിയുടെ മുട്ട അത് നല്ലതാണ്. കോഴി കഴിക്കുക എന്നത്, അതിൻ്റെ മാംസം നല്ലതാണ്. അപ്പോൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ലാ തസബ്ബു ദീക, നിങ്ങൾ എന്താണ് കോഴിയെ ചീത്ത വിളിക്കരുത്. കാരണം എന്താണ്?
ഫൈന്നഹു യൂഖ്ലുൽ സ്വലാത്തി, ആ കോഴി നിങ്ങളെ നിസ്കരിക്കാൻ വേണ്ടി ഉണർത്തുന്നതാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുകയാണ്. കോഴിയെ സംബന്ധിച്ചിടത്തോളം അതാണ് കോഴിയാണ് സന്മാർഗത്തിലേക്ക് വിളിച്ചുണർത്തുന്നത്. അതിരാവിലെ സുബൈക്ക് കോഴിയാണ് നമ്മളെ വിളിച്ചുണർത്തുന്നത്. അള്ളാഹു കാര്യങ്ങളനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.